നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ, ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് വേറെ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും, രഹസ്യമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളും അതൊന്നും ചിലപ്പം പങ്കാളിയോട് കാണിക്കാൻ പറ്റാത്തത് ചിലപ്പം പുറത്ത് കാണിച്ചെന്നിരിക്കാം. സ്വകാര്യതകളൊക്കെ വേറെ ഭാവമാണ്, അത് 8-ാം ഭാവമാണ്. ഞാൻ 8-ാം ഭാവം പറയുന്ന സമയത്ത് അത് പറയാം. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പങ്കാളിയുമായി ഇടപെടുന്നത്, ആകർഷിക്കപ്പെടുന്നത്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്വഭാവം, ദാമ്പത്യ സുഖം, അതായത് ഒരുമിച്ച് കുറേ കാലം ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ദാമ്പത്യ സുഖം ഇവ ഒക്കെയാണ് പ്രധാനമായിട്ടും വിവാഹവും ജീവിത പങ്കാളിയും എന്നുള്ളൊരു രീതിയിൽ ഒരു ടൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച ബന്ധങ്ങൾ. 7th ഹൗസ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. വിവാഹത്തിന് പുറമെ ഗൗരവമേറിയതും ദീർഘകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും. 7th ഹൗസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും കൂടി ആയതുകൊണ്ട് തന്നെ ബിസിനസ് പങ്കാളിത്തങ്ങളും കരാറുകളും എല്ലാം, ഉടമ്പടികളും, വിവാഹവും ഒരുപക്ഷെ ഒരു ഉടമ്പടി പോലെയാണ്. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ നൂലാമാലകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പെട്ടെന്ന് തേച്ചിട്ട് പോകാൻ പറ്റുന്നത്. നിയമത്തിൻ്റെ നൂലാമാല എന്ന ഉടമ്പടി ഉള്ളത് കൊണ്ട് തന്നെ, നൂലാമാല എന്ന് തന്നെ പറയാം, ഒരു ഡോക്യുമെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ കൂണുപോലെ പെരുകുന്ന കുടുംബ കോടതി ഒന്ന് സന്ദർശിച്ചാൽ ഒരു കാലത്ത് വലിയ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ച പലരും കടുത്ത ശത്രുക്കളായി പെരുമാറുന്നത് നമുക്ക് കാണാം. ശത്രുക്കളെ പോലെ പെരുമാറുന്നത് കാണാം. അങ്ങനെയുള്ള കരാറുകളും കാര്യങ്ങളും എല്ലാം, ഉറച്ച ബന്ധങ്ങളും എല്ലാം തന്നെ 7th ഹൗസാണ്. പരസ്യമായ ശത്രുക്കൾ 7th ഹൗസാണ്. അത് കൗതുകകരമെന്ന് പറയട്ടെ, നമ്മൾക്ക് നേരെ എതിർവശത്ത് നിൽക്കുന്നു എന്ന നിലയിൽ, അതായത് ഒരാളുടെ സമസപ്തമം, അതായത് നേരെ 7th നിൽക്കുന്നത് എന്ന നിലയിൽ, അതുപോലെ തന്നെ തൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ താൻ ശിവനാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വരുന്ന, തൻ്റെ ഈ ജീവിതം പൂർത്തീകരിക്കാൻ വരുന്ന തൻ്റെ പകുതി, ബാക്കി പകുതി ചിന്തിക്കുന്നതും 7-ാം ഭാവമാണ്.